ISLന്റെ അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അവസാന മാസത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആരായിരിക്കും ഷീൽഡ് സ്വന്തമാക്കുക, അതുപോലെ തന്നെ ടോപ്പ് 6 ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, മറ്റ് സ്പോർട്ടുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പിന്നെ പ്ലേ ഓഫ് റൗണ്ട്, നോക്കൗട്ട് ഫേസ്, അതിനെപ്പറ്റി സംസാരിക്കേണ്ടതില്ല, കാരണം അത് എന്ത് വേണേലും എപ്പോൾ വേണേലും എങ്ങനെ വേണേലും ഒക്കെ സംഭവിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഷീൽഡ് റേസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഷീൽഡ് റേസിൽ ലിറ്ററലി നോക്കിക്കഴിഞ്ഞാൽ 4 ടീമിന് ചാൻസസ് ഉണ്ട്. പക്ഷേ വളരെ കുറഞ്ഞ സാധ്യതകൾ മാത്രമാണ് ഒഡീഷ എഫ് സിക്കും ഗോവയ്ക്കും ഉള്ളത്. മുംബൈ സിറ്റി എഫ് സിയുടെ മോഹൻ ബഗാൻ്റെ ഒക്കെ പോയിന്റുകൾ നിരന്തരം ഡ്രോപ്പ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് പറയാം ചാൻസസ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ മുംബൈ സിറ്റി എഫ് സിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനും തന്നെയാണ് സാധ്യതകളുള്ളത്. അപ്പോൾ മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 20 മത്സരങ്ങളിൽ 44 പോയിന്റാണുള്ളത്. മോഹൻ ബഗാനെ സംബന്ധിച്ച് 19 മത്സരങ്ങളിൽ നിന്ന് 39 പോയിന്റാണുള്ളത്. ഒരു മത്സരം കുറവാണ് മോഹൻ ബഗാൻ കളിച്ചിട്ടുള്ളത്. അപ്പം അടുത്ത മത്സരം വിജയിച്ച് കഴിഞ്ഞാൽ പോലും 42 പോയിന്റ്. അപ്പോൾ 2 പോയിന്റിന്റെ ഡിഫറൻസ് എങ്കിലും മുംബൈ സിറ്റി എഫ് സിക്ക് ഉണ്ട്. സോ ഇങ്ങനെ നോക്കുന്നൊരു സമയത്ത് മുംബൈ സിറ്റി എഫ് സിക്ക് ഒരു ക്ലിയർ ചാൻസ് ഒന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പക്ഷേ ഞാൻ പറയും ഒരു 60% മുംബൈ സിറ്റി എഫ് സിക്കും 40% മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനുമാണ് സാധ്യത എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. കാരണം ഇനി 2 മത്സരങ്ങളാണ് മുംബൈ സിറ്റി എഫ് സിക്ക് അവശേഷിക്കുന്നത്. അതിൽ ഒന്ന് ഒഡീഷ എഫ് സി ആണ്, 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്, സെർജിയോ ലൊവേറയുടെ ടീമാണ്. അതിലടുത്ത മത്സരം മോഹൻ ബഗാനുമായിട്ട് അവസാനം നടക്കുന്ന മത്സരമാണ്. സോ രണ്ടും ടൈറ്റ് ആയിട്ടുള്ള മത്സരങ്ങളായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം 3 മത്സരങ്ങൾ അവശേഷിക്കുന്നു. ഒന്ന് പഞ്ചാബ് എഫ് സിക്കെതിരെ, ഒന്ന് ബംഗളൂരു എഫ് സിക്കെതിരെ, ദെൻ ഡിസൈഡർ മത്സരം ആയിരിക്കും മുംബൈ സിറ്റി എഫ് സിക്കെതിരെ വരുന്നുണ്ടാകുക. സോ താരതമ്യേന നോക്കുമ്പം ബംഗളൂരു എഫ് സിയും പഞ്ചാബ് എഫ് സിയും മോഹൻ ബഗാനെ പരാജയപ്പെടുത്താവുന്ന ടീമുകളാണ്. ടോപ്പ് 6 ഇപ്പം നിലവിലില്ലാത്ത ടീമുകളാണ്, താഴെ നിൽക്കുന്ന ടീമുകളാണ്. സോ എങ്കിൽ കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെന്നൈയിൻ എഫ് സിക്കെതിരെ അവർക്ക് പരാജയപ്പെടേണ്ടി വന്നിരുന്നു, അതും കൊൽക്കത്തയിലാണെന്നുള്ളത് ആലോചിക്കണം. സോ അതൊരു ഫാക്റ്റാണ്. പിന്നെ 3-4 സ്ഥാനങ്ങൾ സംശയമില്ല ഈ പറഞ്ഞതുപോലെ അവർ ഒഡീഷ എഫ് സിയും ഗോവയും തന്നെ ഫിനിഷ് ചെയ്യും. 5ാം സ്ഥാനം കേരള ബ്ലാസ്റ്റേഴ്സ് ഏതാണ്ട് ഉറപ്പിച്ചു. പ്ലേ ഓഫിലേക്ക് ഇനിയും ഒഫീഷ്യലി യോഗ്യത നേടിയിട്ടില്ലെങ്കിൽ 5ാം സ്ഥാനം കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ചെന്ന് പറയാം. പക്ഷേ 6ാം സ്ഥാനത്തിന് വേണ്ടിയാണ് ഒരു കടുത്ത പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ ബംഗളൂരു എഫ് സി, ജംഷഡ്പൂർ എഫ് സി, പഞ്ചാബ് എഫ് സി, ചെന്നൈയിൻ എഫ് സി, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഈസ്റ്റ് ബംഗാൾ, ഈ ടീമുകളൊക്കെ റേസിലുണ്ട്. ഹൈദരാബാദ് എഫ് സി ഒഴികെയുള്ള ടീമുകളൊക്കെ ഇപ്പോൾ ടോപ്പ് 6 എന്നുള്ള ലെവലിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേകതയായി മാറിയത് ഇതാണ്, ഈ 6ാമത്തെ സ്പോട്ടിന് വേണ്ടി ഉള്ളൊരു പോരാട്ടം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ടീമുകളിലേക്ക് മത്സരം വെറുതെ ഹൈ പോയേനെ എന്നുള്ളതാണ്. അതുമാത്രമാണ് ഒരു ഇതായിട്ട് പറയാനുള്ളത്, പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ഏതായാലും എനിക്കൊന്ന് കുറച്ച് ഈ പറഞ്ഞ ടീമുകൾ കുറച്ച് ചാൻസസ് ഉള്ളത്, ഏറ്റവും കുറവ് സാധ്യതകളുള്ളത് ഈസ്റ്റ് ബംഗാളിനാണ്. പിന്നെ ഏറ്റവും നല്ലൊരു പോരാട്ടം എനിക്കൊന്ന് പഞ്ചാബ് എഫ് സിയും ചെന്നൈയിൻ എഫ് സിക്കുമാണ് ഞാനൊരു ഹൈ ചാൻസസ് നൽകുന്നത്. പിന്നീട് ജംഷഡ്പൂർ എഫ് സിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, എങ്കിലും എല്ലാ ടീമുകൾക്കും ഒരേപോലെ സാധ്യതകളുണ്ട്, എന്ത് വേണേലും സംഭവിക്കാം എന്നുള്ള നിലയിൽ തന്നെയാണ് ISL ഒരു പര്യവസാനത്തിലേക്ക് എത്തുമ്പോൾ ഉള്ളത്. ഒരു പക്ഷേ ഷീൽഡ് റേസിനേക്കാൾ ആ ടോപ്പ് 6-ലെ 6ാം സ്ഥാനത്തിന് വേണ്ടിയാണ് ഏറ്റവും കടുത്ത പോരാട്ടം നിലവിലെ സീസണിൽ ISL നടക്കുന്നത് എന്നുള്ളത് കാര്യം നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. എനിവേ ഏതായാലും ISL ഷീൽഡ് റേസിൽ പറഞ്ഞാലും മോഹൻ ബഗാനും മുംബൈ സിറ്റി എഫ് സിയുമാണ്. അവരുടെ ഓരോ മത്സരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് ആയത് മോഹൻ ബഗാൻ ആയിരുന്നു ഒരു പടി മുന്നിൽ നിന്നത്, എന്നാൽ അവർക്ക് കഴിഞ്ഞ മത്സരം തോൽക്കേണ്ടി വന്നു. അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സി സമനിലയായ മത്സരം പിന്നീട് നമുക്കറിയാമല്ലോ, മറ്റേ അവർ കംപ്ലൈൻ്റ് കൊടുത്തു ജംഷഡ്പൂർ എഫ് സിക്കെതിരെ അവർ അഡീഷണൽ ഫോറിനേഴ്സിനെ കളിപ്പിച്ചുകൊണ്ട് അവർക്ക് അങ്ങനെ 3-0 എന്ന നിലയിൽ ഒരു 3 പോയിന്റും കിട്ടി. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു വഴിത്തിരിവായി മാറിയത്. എങ്കിലും ഇനിയും മോഹൻ ബഗാന് തിരിച്ചു വരാനുള്ള സാധ്യതകളൊക്കെ, നല്ല സാധ്യതകളൊക്കെ തന്നെയാണുള്ളത്. അവർക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റിയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ഡേ ഡിസൈഡറായി മാറും ഷീൽഡ് റേസ് എന്നുള്ളതാണ്. അതുപോലെ ടോപ്പ് 6-ൻ്റെയും ഒരു ചിത്രങ്ങൾ വരുന്ന ഒരാഴ്ച ഒക്കെ തന്നെ നമുക്കൊന്ന് കൂടുതലായിട്ട് തെളിഞ്ഞു വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ മിക്കവാറും ഈ പറഞ്ഞ ഷീൽഡ് റേസിൻ്റെ ഇതിൽ തന്നെ വരാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പോസ് ചെയ്ത് കാണിക്കുകയാണ് സനിയ.